ഓണവിപണി സജീവമാകുമ്പോൾ തുണിത്തരങ്ങളുടെ വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ട്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും തുണിക്കടകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ കടകളിൽ മാത്രമല്ല, തെരുവ് കച്ചവടവും സജീവമാണ്. ഓണം തകർത്താഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ഓണാഘോഷം കളറാക്കാൻ വസ്ത്രവിപണിയും ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓണ ദിവസങ്ങളിൽ ധരിക്കാനുള്ള തുണിത്തരങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് മലയാളികൾ. ഓണ ദിവസം അടുക്കുന്നതോടെ വിപണിയിലെ തിരക്കും വർദ്ധിക്കുകയാണ്. ഓണ പർച്ചേസിന് ഇറങ്ങിയത് ഞങ്ങളിതിന് ആഘോഷമാക്കാൻ വേണ്ടി ഇറങ്ങിയ ഓണാണല്ലോ. ലാസ്റ്റ് ഞായറാണല്ലോ ഇതിൻ്റെ വൈബ്. പൊളിക്കും ഞങ്ങള്. ഞാൻ പാതാളത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അതെ, ഇത് കൊല്ലത്തിൽ വരുന്നതാണ്. ഞാൻ സൈക്കിളിലാണ് വരല്. ഇവിടെ ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പറ്റില്ലല്ലോ. വലിയ ഷോറൂമുകളെന്നോ ചെറിയ കടകളെന്നോ തെരുവ് കച്ചവടക്കാരെന്നോ വ്യത്യാസമില്ലാതെ തിരക്ക് ദൃശ്യമാണ്. ഓരോരുത്തരുടെയും പോക്കറ്റിനിണങ്ങുന്ന തുണിത്തരങ്ങൾ മാർക്കറ്റിൽ ലഭ്യം. വരുന്നുണ്ട്, നന്നായിട്ട് സെയിൽ ഓണത്തിന്റെ പ്രതീക്ഷയാണ്. അടിപൊളിയാണ്, തിരക്കിലാണ്. രാവിലെ മുതലേ ആളുണ്ടല്ലോ. അതിനായിട്ടാണല്ലോ ആളുകളൊക്കെ. ഓണം പർച്ചേസിലാണ്, തിരക്കിട്ടുള്ള പരിപാടികളാണ്. നല്ല തിരക്ക് തന്നെ. ഹാപ്പി ഓണം. പിന്നെ പുതിയ ട്രെൻഡുകൾ അന്വേഷിച്ചാണ് കൂടുതൽ പേരും എത്തുന്നത്. കോഴിക്കോട് മിഠായി തെരുവ് പോലെ പ്രധാന കേന്ദ്രങ്ങളിൽ വൈകുന്നേരം തുണി വാങ്ങാൻ വരുന്നവരുടെ വൻ തിരക്കാണ്. നല്ല തിരക്കാണ്, അനങ്ങാൻ പറ്റണ്ട ഇവിടുന്ന്. നല്ല തിരക്കാണ്. അതറിയില്ലേ, ഇഷ്ടപ്പെട്ടൊക്കെ എടുത്ത്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് വസ്ത്രവിപണിയിലെ തിരക്ക്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. കോഴിക്കോട് നിന്നുള്ള ഓണം മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. വൈകിട്ടൊന്നും കോഴിക്കോട് ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും തിരക്കാണ്. ട്രാഫിക് ബ്ലോക്കൊക്കെ ഒരു രക്ഷയില്ല, ഒന്നും പറയണ്ട. ഏതായാലും ഓണം അടുത്ത സ്ഥിതിക്ക് ഇതൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.